നമുക്ക് ആരംഭിക്കാം. നമസ്തേ സാർ. പഞ്ചമസ്കന്ധം 9-ാം അധ്യായം 8-ാമത്തെ അല്ലേ എടുക്കണേ? അതെ. പഞ്ചമസ്കന്ധം അധ്യായം 9 ശ്ലോകം 8. അഥ യവീയസീ ദ്വിജസതി സ്വഗർഭജാതം നിധനം ഭവത്ന്യാപന്യസ്യ സ്വയം അനുസംസ്ഥയാ അതിരോപമകാത്. യവീയസീ ദ്വിജസതി, ഏറ്റവും ഇളയവളായ ആ ബ്രാഹ്മണ യവീയസി, ഏറ്റവും ഇളയവ, ദ്വിജസതി, ബ്രാഹ്മണന്റെ പതിവതയായ പത്നി, സ്വഗർഭജാതം, സ്വന്തം ഗർഭത്തിൽ ജനിച്ച മിഥുനം, ഒരാൺകുട്ടിയും പെൺകുട്ടിയും, പത്നിയ, മറ്റൊരു ഭാര്യയിൽ ഏൽപ്പിച്ചിട്ട് നിക്ഷേപിച്ചിട്ട് സ്വയം തന്നെത്താൻ അനുസംസ്ഥയ, ചിതയിൽ ചാടി മരിക്കുക. അനുസംസ്ഥയ പതിരോഗം. അതാ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. പുത്രന് ഉപനയനാദികളായ സംസ്കാരങ്ങളൊക്കെ ചെയ്ത് വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് അവന്റെ നിർബന്ധം വെച്ചുകൊണ്ടാണ് എങ്കിലും അവന് താല്പര്യമില്ലെങ്കിലും ഒരു പിതാവിന്റെ കടമ എന്നുള്ള നിലയിലൊക്കെ നിറവേറ്റി കാലവേഗത്തെ അഴിക്കാൻ വെക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ആയുഷ്കാലം സ്വയം അവസാനിച്ചു. രാജാവ് മരിച്ചപ്പോൾ രാജപത്മാർ 2 പേരാണ്. ആദ്യത്തെ പുത്രന്മാരെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ഭാര്യയിൽ ഒരു മകനും ഒരു മകളും ഉണ്ടായി. അതാണ് നമ്മൾ കഥാപാത്രമായ ഘൃതൻ എന്ന് പറഞ്ഞു പഠിക്കാം. ആ 2 പേരെ ആദ്യത്തെ അതിനാണ് സ്വപത്നി എന്ന് പറയും. അവളെ ഏൽപ്പിച്ചിട്ട് ഇവൾ ഭർത്താവിന് ചിതയിൽ ചാടി ആത്മാഹുതി ചിതസംസ്കാരം ചെയ്തു. അഥ യവീയസീ ദ്വിജസതി സ്വഗർഭജാതം ഭവത്ന്യാപന്യസ്യ സ്വയം അനുസംസ്ഥയാ പ്രതിരോഗമഗാത്. അഥ യവീയസീ ദ്വിജസതി സ്വഗർഭജാതം ഭവത്ന്യാപന്യസ്യ സ്വയം അനുസംസ്ഥയാ പ്രതിരോഗമഗാത്. ഇത് വിപരീതേ ഭ്രാതരയേനം അതത്പ്രഭാവവിദസ്ത്രയ്യാം വിദ്യായാമേവ പര്യമുക്തമതയോ ന പരവിദ്യായാം ജഡമദ്രിതി ഭ്രാതൃനിശാസനബന്ധാത് നിബന്ധം. നിബന്ധം പിതയിൽ ഉപരതി. പിതാവ് മരിച്ചപ്പോൾ പിതരി, പിതാവ് സത്യം എന്ന് പറഞ്ഞ പൂർണ്ണക്രിയായെന്ന് പറഞ്ഞ പിതാവ് മരിച്ചപ്പോൾ ഭ്രാതരഹ, സഹോദരന്മാർ, ഏനം ഇവനെ, ഈ ഭരതനെ, അത് പ്രഭാവവിദ, അവന്റെ പ്രഭാവം അറിയാത്തവരായിട്ട്, തത്പ്രഭാവം അവന്റെ പ്രഭാവം, തത്പ്രഭാവവിദ, അവന്റെ പ്രഭാവം അറിയുന്നത്, തത്പ്രഭാവവിത്ത് അല്ലാത്തവൻ അതത്പ്രഭാവവിത്ത്, അങ്ങനെയാണ് വാക്കുണ്ടായത്. പ്രഭാവത്തെ അറിയുന്നവൻ പ്രഭാവവിത്ത്, അവന്റെ പ്രഭാവം അറിയുന്നവൻ തത് പ്രഭാവവിത്ത്. ഇത്രയും ഒന്നിൽ നിഷേധിക്കാം. തത് പ്രഭാവവിത്ത് അല്ലാത്തവൻ അതത് പ്രഭാവവിത്ത്. അതത് പ്രഭാവവിത് ഏനം ഇവനെ
വിദഹത്രയ്യാം വിദ്യായാമേവ. 3 വേദത്തിൽ മാത്രം വിദ്യ പര്യവസിതമതയോ, അവന്റെ ബുദ്ധി ഈ 3 വേദങ്ങളിൽ പര്യവമായി. അതിന്റെ അപ്പുറത്തേക്ക് വരികയാണ്. വേദാംഗങ്ങളോ വേദശാസ്ത്രങ്ങളോ വേദാന്തമോ ബ്രഹ്മവിദ്യയോ ഒന്നും പഠിക്കും. ഇതൊക്കെ വേദം പഠിച്ചതിന് ശേഷം വരുന്നതാണ്. എന്നാ പരവിദ്യായാം ജഡമതിരുതി. പരവിദ്യക്ക് ഇവൻ അർഹനല്ല, കാരണം ജഡമതിയാണ്. ഇത് ധാതുഹു അനുശാസന നിർബന്ധ. സഹോദരന്റെ അനുശാസനത്തിൽ നിർബന്ധിച്ചവനായിട്ട് നിവർസന്ത. ഇവനെ ഉപനിഷത്തും വേദവും ഉപനിഷത്തും എന്താണ് ബ്രഹ്മവിദ്യയും പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, ജഡമതിയാണ്. അതുകൊണ്ട് ഇവന്റെ പഠിപ്പ് 3 വേദവിദ്യ കൊണ്ട് തീർന്നു. അതിൻ്റെ അപ്പുറത്ത് ഇവരെ പഠിപ്പിക്കുന്നില്ല, പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ജഡമതി ധാതുഹു അനുശാസന നിർബന്ധാത് ന്യവൃത്സന്ത പിന്തിരിഞ്ഞു. പിതരി ഉപരതേ ഭ്രാതരഃ ഏനം അതത്പ്രഭാവവിദഃ തത്രയ്യാം വിദ്യായാമേവ പര്യവസിതമതയോ ന പരവിദ്യായാം ജഡമതിഃ ഇതി ധാതുഹു അനുശാസന നിർബന്ധാത് ന്യവൃത്സന്ത. പിതാവ് മരിച്ചപ്പോൾ മൂത്ത സഹോദരന്മാരൊക്കെ ഇവന്റെ പ്രഭാവം അറിയാത്തവരായ അവർ 3 വിദ്യ കൊണ്ട് തന്നെ പര്യവസിതമതിയാണ്. ഇവന്റെ ബുദ്ധി 3 വിദ്യയിൽ കൊണ്ട് പൂർണ്ണമാകണം. പരവിദ്യയിൽ ജഡമതിയായതുകൊണ്ട് പറ്റില്ല എന്നുള്ള ഭ്രാതാവിന്റെ അനുശാസന നിർബന്ധം കൊണ്ട് ബ്രഹ്മവിദ്യയിൽ നിന്നും പിന്തിരിഞ്ഞതായിട്ട് പിതര്യുപരതേ ഭ്രാതരാം ഏനമതപ്രഭാവവിദത്രയ്യാം വിദ്യായാമേവ പര്യവസിതമതയോ ന പരവിദ്യായാം ജഡമതി ധാതുരനുശാസന നിർബന്ധാത് ന്യവത്സന്താം. പിതര്യുപരതേ ഭ്രാതരാം ഏനമതപ്രഭാവവിദത്രയ്യാം വിദ്യായാമേവ പര്യവസിതമതയോ ന പരവിദ്യായാം ജഡമതി. ധാതുഹു അനുശാസന നിർബന്ധാത് ന്യവത്സന്താം. സച പ്രാകൃതേ ദ്വിപദ പശുഭിഃ ഉന്മത്തജഡബധിരേത്യഭാഷ്യമാണോ യഥാ തത് അനുരൂപാണി പ്രഭാഷതേ കർമാണി ച കാര്യമാണ പരേച്ഛയാ കരോതി ഇഷ്ടിതോ വേദനതോ വാ യാഞ്ഛയാ യദൃച്ഛയാ ഗോപഫാദിതം അല്പം ബഹുമൃഷ്ടം പദന്നം വാഭ്യവഹരതേ പരം നേന്ദ്രിയ പ്രീതി. അവനാകട്ടെ പ്രാകൃതൈഹി ദ്വിപദ പശുഭിഃ, പ്രാകൃതന്മാരായ സംസ്കാരം ഇല്ലാത്തവരായ മന്ദബുദ്ധിയായ ജഡമതിയായ ദ്വിപദ പശുഭിഃ, 2 കാലുള്ള പശുക്കളാണ്, മൃഗങ്ങളാൽ. ദ്വിപദ പശുഭിഃ, സാധാരണ പശുക്കൾക്ക് 4 കാലാണ്. ഈ മനുഷ്യ പശുവിന് 2 കാലുകൾ. 2 കാല് വെച്ച ഒരു മൃഗമാണ് ഇവൻ എന്ന് ദ്വിപദ പശുഭിഃ പ്രാകൃതൈഹി ദ്വിപദ പശുഭിഃ ഉന്മത്ത ജഡ ബധിര ഇത് അഭിഭാഷ്യമാണോ. ഉന്മത്തനും ജഡനും ബധിരനുമാണ് എന്ന് പറയുമ്പോൾ അഭിഭാഷ്യമാണ്. മറ്റുള്ളവരൊക്കെ ഇവന്റെ പ്രഭാവം അറിയാത്തവരാണ് ബാക്കിയത്. അതുകൊണ്ട്
ഭരതന്റെ പ്രഭാവം തിരിച്ചറിയാൻ മേലാത്ത പ്രാകൃതന്മാരാണ്, രണ്ടു കാലുള്ള മൃഗങ്ങളാണ്. അവരാൽ ഇവൻ ഉന്മത്തനാണ്, ജഡനാണ്, ബധിരനാണ് എന്ന് പറയപ്പെടുമ്പോൾ ഇതാ എപ്പോഴാണോ പറയുന്നത് തത് അനുരൂപാന് പ്രകാശം, അപ്പം മുതൽ ഭരതൻ അതിന് അനുരൂപമായിട്ടാണ് പ്രഭാഷണം ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് പറയും. വിവരക്കേട് മാത്രമേ പറയുള്ളൂ, മന്ദത മാത്രമേ പറയുള്ളൂ, മൂഢത മാത്രമേ പറയുള്ളൂ. മറ്റേ അറിയാൻ വരാഞ്ഞിട്ടില്ല. ഇവരൊക്കെ എന്നെ അങ്ങനെയാണല്ലോ കരുതുന്നത്. അപ്പൊ ഇവര് കരുതുന്നതിനനുസരിച്ച് ഞാൻ നിൽക്കണ്ടേ? ഈ ഒരു മനോഭാവത്തോടെ അത് അനുരൂപാണി പ്രഭാഷണ വർത്തമാനം എന്താണ് അതിന് ചേർന്നത്? കർമാണിച്ച കാര്യമാണ്, കർമ്മങ്ങളൊക്കെ ചെയ്യും. പരേച്ഛയാ കരോതി, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ് കർമ്മം ചെയ്തത്, തനിക്ക് വേണ്ടിയല്ല. മറ്റുള്ളവർ ഇച്ഛിക്കുന്നതിനനുസരിച്ച് ഓരോ കർമ്മങ്ങൾ ചെയ്യും. എന്നാൽ അവര് പറയാണ് ഇന്ന കർമ്മം ചെയ്യൂ, അത് ചെയ്യും. ഓ മതിയാക്കൂ, ഓ മതിയാക്കാം. നാളെ വേറൊരു കർമ്മം ചെയ്യാൻ പറയും, അത് ചെയ്യും. ഇന്ന കർമ്മത്തിനൊന്നൊരു സ്വേച്ഛ ഭരതനില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഇച്ഛയ്ക്ക് അധീനമായിട്ട് എന്ത് ജോലിയും ചെയ്യും. ഞാനത് പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല, അങ്ങനെയില്ല. ആരെന്ത് ജോലി പറഞ്ഞാലും ചെയ്യും. കർമാണിജ കാര്യമാണ് പരേച്ഛയാ കരോതി, ചെയ്യപ്പെടേണ്ട കർമ്മങ്ങളൊക്കെ പരേച്ഛ അനുസരിച്ചാണ് ചെയ്യുക. ഇനിയും അതിനെ വിഷ്ടിത, വിഷ്ടി എന്ന് പറഞ്ഞാൽ ധാരാളം പണിയെടുപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു കൂലി കൊടുക്കുക. നിശ്ചിതമല്ലാത്ത കൂലിയുടെ പേരാണ് വിഷ്ടി. വിഷ്ടിത. ചിലപ്പോൾ രാവിലെ നമ്മുടെ സന്ധ്യ വരെ പണിയെടുപ്പിക്കും, ചില്ലറ കാശില്ലെങ്കിൽ ഒന്നും പറയില്ല. വിഷ്ടിത. അല്ലെങ്കിൽ വേതനത, വേതനം കൂലിയാണ്. അത് നിശ്ചയിച്ചത് ഒരു ദിവസത്തേക്കായിട്ട് 1000 രൂപ, 5 മണിക്കൂറിന് 500 രൂപ, 6 മണിക്കൂറിന് 60 രൂപ എന്നിങ്ങനെ വ്യവസ്ഥ വെച്ചാൽ അത് വേതനമാണ്. ശമ്പളം എന്നത്തെ പക്ഷേ പറയാം. വേതനത അല്ലെങ്കിൽ വാ ആകട്ടെ യാജ്ഞയാ, അല്ലെങ്കിൽ യാചിച്ചിട്ട്, അതുമല്ലെങ്കിൽ എതിർച്ഛയാ വാ ഉപസാദിതം, യാദൃച്ഛികമായി വന്നു ചേരുന്ന, എതിർച്ഛയാ വാ ഉപസാദിതം, യാദൃച്ഛികമായി വന്നു ചേരുന്ന അല്പം, ബഹു, മൃഷ്ടം, കഥന്നം വാ അഭ്യവഹരം. ധാരാളം പണിയെടുക്കും, കൊടുക്കുന്ന മേടിക്കും, കൂലി നിശ്ചയിച്ച് പറഞ്ഞാൽ ആ കൂലി മേടിക്കും. ഇനിയും യാചിച്ച് കിട്ടുന്നുണ്ട്, ഉപജീവനം കഴിക്കാൻ നോക്കും. ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും യാദൃച്ഛികമായിട്ട് വന്നു ചേരുന്ന അല്പഭക്ഷണം കഴിക്കുള്ളൂ. ഭക്ഷണത്തിന് വേണ്ടി കടയിൽ പോവുക, സാധനങ്ങൾ മേടിക്കുക, വെക്കുക, ഉണ്ടാക്കുക, ഒന്ന് 2 ദിവസം ഭക്ഷണം കഴിക്കാതെ ആരെങ്കിലും വിളിച്ച് ഇതാ ഇത് കഴിച്ചോളൂ, കഴിക്കും. യാദൃച്ഛികമായിട്ട് ആരെങ്കിലും അല്പം കൊടുത്താൽ അത് കഴിക്കും. ബഹു ചെല്ല് വാക്കുള്ള മുഴുവൻ ഇയാൾക്കുള്ളൂ, കഴിച്ചോളാം, മുഴുവൻ കഴിക്കും. അങ്ങനെയാണല്ലോ ചില വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഉപയോഗമില്ലാത്തതുമായ വസ്തുക്കൾ ഒത്തിരി ഉണ്ടെങ്കിൽ വഴിയെ പോകുന്നവരെ വിളിച്ച് ഇതാ കഴിച്ചോളൂ എന്ന് അവർക്ക്. അങ്ങനെ ബഹു ധാരാളം കൊടുത്താൽ അത് മുഴുവൻ കഴിക്കും. ഒരു തവിയെ കൊടുത്തുള്ളൂ, അത് കഴിക്കും. മൃഷ്ടം, മൃഷ്ടാന്നമായ സദ്യ വെച്ച് വന്ന് കൊടുത്താൽ അത് കഴിക്കും. അല്ലെങ്കിൽ കഥന്നം, കുത്സിതമായ അന്നമാണ് കഥനം. ചീത്തയായ ചോറ് ഭക്ഷണം, വളിച്ചു കുളിച്ച് ചീത്തയായ ചോറും കരുതും അത് കളയാൻ വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ഇയാൾ വന്നത്. എന്നാൽ ഇയാൾ കൊടുത്തേക്കാം.
കഥനം വാ ആകട്ടെ അഭ്യവഹരതി ഭക്ഷിക്കും. ഇതാണ് മന്ദബുദ്ധിയായി അഭിനയിക്കുന്ന ഭരതന്റെ ഭക്ഷണക്രമം. ഒന്നുകിൽ അല്പം, അല്ലെങ്കിൽ ബഹു, അല്ലെങ്കിൽ മൃഷ്ടം, അല്ലെങ്കിൽ കഥനം. ഇത് ഏത് കിട്ടിയാലും അത് കഴിയും. പരം ന ഇന്ദ്രിയപ്രീതി നിമിത്തം. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കഴിക്കാൻ. അതുകൊണ്ടാണ് നമ്മളൊക്കെ കഴിക്കുന്നത് ഇന്ദ്രിയത്തെ സന്തോഷിപ്പിക്കാൻ. ഏന്ദ്രിയം? രസനേന്ദ്രിയം. നാവിനെ സന്തോഷിപ്പിക്കാനാണ്. നാവിന് സന്തോഷം ഉണ്ടാകുന്നത് മാത്രമേ കഴിക്കുള്ളൂ. ഈ രസം എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്റെ നാവിന് അത് ഇഷ്ടമല്ല, ഞാനും നിശ്ചയിക്കാൻ. ഇന്ദ്രിയത്തിന്റെ സന്തോഷവും പ്രീതിയുമാണ് ഭക്ഷണം കഴിക്കുന്നത്, വിശപ്പടങ്ങൾ മാത്രമല്ല. ഇന്ദ്രിയം പ്രീതിപ്പെട്ടാലും ഇല്ലെങ്കിലും ഭക്ഷണം അകത്തി എന്നാൽ വിശപ്പമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റില്ല. സ്വാദിഷ്ടമായി നാവിൽ സ്വാദ് കുറഞ്ഞ ഭക്ഷണം മാത്രമേ കഴിക്കും. അതുകൊണ്ട് ഭരതന്റെ ഭക്ഷണം ഇന്ദ്രിയ പ്രീതിക്ക് നിമിത്തം അല്ല. ഇത് പരം ന ഇന്ദ്രിയ പ്രീതി നിമിത്തം. അതുകൊണ്ട് തികച്ചും ഉന്മത്തനെ പോലെ, ജഡനെ പോലെ, ബധിരനെ പോലെ, അന്ധനെ പോലെ അഭിനയിക്കുകയാണ്. നോക്കൂ, ഇത് ആർക്ക് പറ്റുന്നതിന്? അല്പം ആരെങ്കിലും അന്ധബുദ്ധിയ എന്ന് പറഞ്ഞാൽ അല്ല അല്ല എന്ന് കാണിക്കാനേ നമ്മൾ ശ്രമിക്കുള്ളൂ. മൂഢനാണെന്ന് വെച്ചാൽ അല്ലെന്ന് കാണിക്കാനേ ശ്രമിക്കുള്ളൂ. എല്ലാവരും തന്നെ ഇങ്ങനെ മുദ്ര കുത്തിയപ്പോൾ അവരുടെ മുമ്പിൽ താൻ ശരിക്കും അഭിനയിച്ചു. ഉന്മത്ത ജഡ മൂകനെ പോലെ അഭിനയിച്ചു. പച്ച പ്രാകൃത വിപദവശുഭിः ഉന്മത്തജഡബധിരീത്യഭിഭാഷമാണോ യഥാ തദനുരൂപാണി പ്രഭാഷതേ കർമാണി ച കാര്യമാണ പരേച്ഛയാ കരോതി വിഷ്ടിതോ വേദനതോ വാ യാഞ്ജയ എതിർച്ഛയാവോപസാദിതം അല്പം ബഹുമൃഷ്ടം കഥന്നം വാഭ്യവഹരതി പരം നേന്ദ്രിയപ്രീതി നിമിത്തം സച പ്രാകൃത ദ്വിപദപശുഭിः ഉന്മത്തജഡബധിരീത്യഭിഭാഷ്യമാണോ യഥാ തദനുരൂപാണി പ്രഭാഷതേ കർമാണി ച കാര്യമാണ പരേച്ഛയാ കരോതി വിഷ്ടിതോ വേദനതോ വാ യാഞ്ജയാ എതിർച്ഛയാവോപസാദിതമന്നം ബഹുമൃഷ്ടം കഥന്നം വാ അഭ്യവഹരതി പരം ഇന്ദ്രിയപ്രീതി നിമിത്തം പച പ്രാകൃത ദ്വിപദപശുഭിः ഉന്മത്തജഡബധിരീത്യഭിഭാഷ്യമാണോ യഥാ തദനുരൂപാണി പ്രഭാഷതേ കർമാണി ച കാര്യമാണ പരേച്ഛയാ കരോതി വിഷ്ടിതോ വേദനതോ വാ യാഞ്ജയാ എതിർച്ഛയാ വാ ഉപസാദിതം അല്പം ബഹു നഷ്ടം കഥന്നം വാ അഭ്യവഹരതി പരം നേന്ദ്രിയപ്രീതി നിമിത്തം നിത്യനിവൃത്തി നിമിത്ത സ്വസിദ്ധ വിശുദ്ധാനുഭവാനന്ദ സ്വാത്മലാഭ അധിഗമ സുഖദുഃഖയോ ദ്വന്ദ്വനിമിത്തയോ അസംഭാവിത ദേഹാഭിമാനിന നിത്യ നിവൃത്ത നിമിത്ത. നിമിത്തത്തിൽ നിന്നും നിത്യമായും പിന്തിരിഞ്ഞവൻ. നിമിത്തം കാരണം, കാരണത്തെ ആത്യന്തികമായും അതിക്രമിക്കുന്നവനാണ്. കാരണത്തെ നിലനിർത്താൻ ശ്രമിക്കില്ല. ഹേതു എന്തോ അതിനെ അതിക്രമിക്കാൻ ശ്രമിക്കുന്നവനാണ്. അതുകൊണ്ട് സ്വസിദ്ധ വിശുദ്ധ അനുഭവ ആനന്ദ സ്വാത്മലാഭ അധിഗമ സുഖദുഃഖയോ ദ്വന്ദ്വനിമിത്തയോ അസംഭാവിത ദേഹാഭിമാന. സ്വസിദ്ധ വിശുദ്ധാനുഭവാനന്ദ
സ്വാത്മലാഭാധി തന്നെത്താൻ ഉണ്ടാക്കി വെച്ച തന്നെ തന്നെ ഉള്ളത് സ്വസിദ്ധമായ വിശുദ്ധവുമായ വിശുദ്ധ അനുഭവ ആനന്ദം, വിശുദ്ധമായ അനുഭവത്തോടു കൂടിയ ആനന്ദത്തെ അനുഭവ ആനന്ദ സ്വാത്മലാഭം. അതുകൊണ്ട് സ്വാത്മലാഭത്തെ പ്രാപിച്ചവനാണ്. സ്വാത്മലാഭ അധികമ അതിനെ പ്രാപിച്ചു. കാരണം കൂടാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. കാരണസ്വരൂപനാണ് ഈശ്വരൻ എന്നൊക്കെ നമ്മൾ ഈശ്വരനെ കുറിച്ച് പറയാറ്. പക്ഷേ ഇദ്ദേഹം ഈ കാരണം നിത്യം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. എന്ത് കാരണത്താലാണ് താൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഓരോ ജീവികളും നിത്യജീവിതത്തിൽ ഓർത്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ശരീര നിർവഹണം ചെയ്യുന്നതിന് ആഹാരം ഒരു കാരണമാണ്, വായു ഒരു കാരണമാണ്, ജലം കാരണമാണ്, അഗ്നി കാരണമാണ് എന്നിങ്ങനെ ശരീരത്തിന്റെ നിലനിൽപ്പിന് കാരണമായിരിക്കുന്നതും ആയ വസ്തുക്കളിൽ നിന്നും നിത്യേന നിവൃത്തനാണ്. എന്നർത്ഥം ഭക്ഷണമില്ലാതെ കുറെ ദിവസം കഴിയാം, പ്രാണന്റെ ചലനം ഇല്ലാതെ കുറെ ദിവസം, അഗ്നി ഇല്ലാതെ ഇരിക്കുക, ജലമില്ലാതെ ഇരിക്കുക. ഇതിനെയൊക്കെ നിത്യ നിവൃത്ത നിമിത്ത അവകളെ സ്വസിദ്ധ വിശുദ്ധ തന്നെത്താൻ ഉണ്ടാക്കിയെടുത്ത വിശുദ്ധാനന്ദമായ സ്വാത്മലാഭം പ്രാപിച്ചതിനായി തീർന്നത് കൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത്. അല്ല പറ്റില്ല. കാരണം ആത്മലാഭം ശരിക്കും അനുഭവിച്ചറിഞ്ഞ ഉണ്ടാക്കിയത് പറ്റും. അങ്ങനെയാണ് കഥ. അതുകൊണ്ടാണ് ഇതിലൊന്നും ശ്രദ്ധയില്ല. എന്നിട്ടോ സുഖ ദുഃഖയോഹോ ദ്വന്ദ്വനിമിത്തയോഹോ, സുഖദുഃഖങ്ങൾക്ക് കാരണമായ ഈ ദ്വന്ദ്വങ്ങൾ നിമിത്തം അസംഭാവിത ദേഹാഭിമാനം, സംഭവിക്കാതിരിക്കുന്ന ദേഹാഭിമാനത്തോടു കൂടിയവരുമായി. അസംഭാവിത ദേഹാഭിമാനം, ദേഹാഭിമാനം ഉണ്ടാവാതിരുന്നു. സുഖദുഃഖങ്ങളാണ് ദേഹാഭിമാനത്തിന് കാരണം. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്ന് എപ്പോഴും അഭിമാനിച്ച് ഉണ്ടാക്കി വെക്കുന്ന ഒരു സങ്കല്പമാണ് ഇത് രണ്ടും. അതുകൊണ്ട് ഈ സുഖദുഃഖങ്ങൾ മൂലം ഉണ്ടാകുന്ന ദേഹാഭിമാനത്തെ അദ്ദേഹം ഉപേക്ഷിച്ചു. ദേഹാഭിമാനം ഉണ്ടാകാത്തത് കൊണ്ട് നിർവികൽപ്പ സമാധിയിലേക്ക് ലയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്ദ്രിയപ്രീതി ആഗ്രഹിക്കുക, അല്ലെങ്കിൽ പറ്റില്ല. അദ്ദേഹം ഏത് പണിയെടുക്കുമ്പോഴും തന്റെ ആത്മാവും മനസ്സും ബുദ്ധിയും പരമാത്മതയിലേക്ക് ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവബോധത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ജ്യേഷ്ഠന്മാർക്കിതൊന്നും പഠിപ്പിക്കാതിരുന്നതാണ്. പക്ഷെ ജന്മാന്തര സുഹൃതം കൊണ്ട് കിട്ടിയിരിക്കുന്നത് നഷ്ടപ്പെടില്ല. ഇപ്പൊ ഒന്നും പഠിച്ചിട്ടില്ല. ഇത് പിന്നെ എവിടുന്ന് കിട്ടി? അങ്ങനെയുള്ള മഹാസിദ്ധന്മാരായ യോഗീശ്വരന്മാർ ഇന്ന് കേരളത്തിലുണ്ട്. സ്കൂളിൽ പോയി 4-5 ക്ലാസ് പഠിച്ചിട്ടില്ല, പക്ഷെങ്കിൽ ബ്രഹ്മസൂത്രം പഠിച്ചിട്ടില്ല. പക്ഷെങ്കിൽ അതിനേക്കാളൊക്കെ അതിക്രമിക്കുന്ന അവബോധം ഉള്ള എത്രയോ മഹാത്മാക്കളുണ്ട്, അവതാരങ്ങൾ. അതിൽ നിന്നും വേണമെന്നില്ല.
പഠിപ്പിക്കാതിരുന്നിട്ട് ഇദ്ദേഹം എപ്പോഴും താൻ ആത്മബോധാവസ്ഥയിലേക്ക് ലയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സങ്കല്പിക്കുമ്പോൾ ദാഹവുമില്ല, വിശപ്പില്ല, ഉറക്കമില്ല, ഒന്നുമില്ല, ശരീരബോധം എന്ന അഭിമാനം. നിത്യനിവൃത്ത നിമിത്ത സ്വസിദ്ധ വിശുദ്ധാനുഭാവ സ്വസിദ്ധാനുഭവ ആനന്ദ സ്വാത്മലാഭാധികമ സുഖദുഃഖയോ ദ്വന്ദ്വനിമിത്തയോരസംഭാവിത ദേഹാഭിമാന നിത്യനിവൃത്ത നിമിത്ത സ്വസിദ്ധ വിശുദ്ധാനുഭവാനന്ദ സ്വാത്മലാഭാധികമ സുഖദുഃഖയോ ദ്വന്ദ്വനിമിത്തയോരസംഭാവിത ദേഹാഭിമാന നിത്യനിവൃത്ത നിമിത്ത സ്വസിദ്ധ വിശുദ്ധ അനുഭവാനന്ദ സ്വാത്മലാഭാധികമ സുഖദുഃഖയോ ദുഃഖനിമിത്തയോരസംഭാവിത ദേഹാഭിമാന ശീതോഷ്ണപാദവർഷേഷു വൃഷൈവ അനാവൃതംഗ പീനഃ സംഘനനംഗ തന്നില സംവേശന അനുന്മർദ്ദന അമജ്ജന രജസ മഹാമനിലിവ അനഭിവ്യക്ത ബ്രഹ്മവർച്ചസ കപടാവൃത കടിരുപവീതേന ഗുരുമക്ഷിണ ദ്വിജാതിരി ബ്രഹ്മബന്ധിരി സജ്ഞയാ അദഗ്ധജനാവമതോ വിചാര ശീതോഷ്ണ വാതവർഷേഷു ശീതം ഉഷ്ണം വാതം വർഷം ഇവകളിൽ തണുപ്പ്, ചൂട്, കാറ്റ്, മഴ ഇവകളിലൊക്കെ വൃഷൈവ ഒരു കാളയപ്പ് വൃഷകാള അനാവൃതംഗ ശരീരം ആച്ഛാദനം ചെയ്യാത്തവനാണ്. വസ്ത്രം കൊണ്ട് ശരീരത്തെ മറക്കില്ല, പുതപ്പ് കൊണ്ട് ശരീരത്തെ മറക്കില്ല. വർഷകാലം വന്നാലും മഞ്ഞുകാലം വന്നാലും പുതക്കില്ല, വസ്ത്രം പോലും ഉൾക്കൊള്ളുന്നില്ല. ശരീരാഭിമാനം ഇല്ല. ഒന്നാണ് ശരീര അഭിമാനം കൊണ്ടാണ് നമുക്ക് ലജ്ജ വരുന്ന വസ്ത്രം ഉടുക്കുന്നൊക്കെ ഒന്നാണ്. നമ്മൾക്ക് അതുള്ളവരാണ് പരിധി വരെ. മഹായോഗീശ്വരന്മാർ അതൊക്കെ വിട്ടു. ഈ ശരീരം അവർക്ക് വിഷയമേ അല്ല. അത് എപ്പോഴും എവിടെയും വീണു പോകും, പൊക്കട്ടെ. ശീതോഷ്ണ വാതവർഷേഷു വൃഷൈവ അനാവൃതംഗ ആവരണം ചെയ്യപ്പെടാത്ത ശരീരം, പൊതിയാത്ത ശരീരം. പീനഹ തടിച്ചു കൊഴുത്തവനാണ്, നല്ല വണ്ണമുണ്ട്. കിട്ടുമ്പോ ഒക്കെ എന്തായാലും കഴിച്ചു, കിട്ടിയില്ലേ കഴിക്കുകയില്ല. അപ്പൊ കൊഴുത്ത് തടിച്ചിരിക്കുകയാണ് പീനഹ. ഇപ്പോഴാണ് ഭരതനെ പറ്റി ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരുന്നത്. അതിന്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? സംഖനനാംഗ എന്ന് മാത്രമല്ല, ബലമുള്ള അവയവത്തോടു കൂടി വേണം. സംഖനനം ബലിഷ്ഠമായ അംഗങ്ങൾ, അവയവങ്ങൾ. കൈക്കും കാലിനും ഒക്കെ നല്ല ബലമാണ്. എത്ര ഭാരം വേണമെങ്കിലും കൈകൊണ്ടെടുക്കും. ആ ഭാരം മുഴുവൻ ഈ കാല് താങ്ങി നിർത്തും, ഏത് ചുവടും ഇട്ടുന്നു. സംഖനനാംഗ തണ്ടിര സംവേശനം, താഴെ നിരത്തിടുന്നവർ. തണ്ടിരം താഴെയാണ്, നിരത്ത്. അതിൽ സംവേശനം കിടക്കും. വെറും മണ്ണി കിടക്കും, ഒന്നും വേണ്ട. കിടക്ക വേണ്ട, കട്ടിൽ വേണ്ട, ഷീറ്റ് വേണ്ട, കമ്പിളി വേണ്ട, പുതപ്പ് വേണ്ട, ഒരു തോർത്തോടും വേണ്ട, ഒന്നും വേണ്ട. തണ്ടിര സംവേശന അനുർമർദ്ദനം. അനുർമർദ്ദനം തേച്ചു കുളിക്കലാണ്. കാരണം എണ്ണ തേച്ചിപ്പ് ഇങ്ങനെ മർദ്ദനം ചെയ്യും. അതിനാണ്
ഉന്മർദ്ദനം അതില്ല. അനുന്മർദ്ദനം തേച്ചുകുളിയില്ല. എണ്ണ തേക്കാന്ന് വെച്ചാൽ എണ്ണ കൈകൊണ്ട് തളവി തളവി തേക്കുന്നതിന്റെ പേരാണ് എണ്ണ തേക്കുക. അതില്ല. തണ്ടില സംവേശന, അനുർമർദ്ദന, അമജ്ജന കുളിയുമില്ല. മജ്ജനം കുളി, അമജ്ജനം കുളിയുമില്ല. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് രജഫ പൊടിയാണ് ശരീരത്തിൽ. എണ്ണ തേക്കില്ല, കുളിക്കില്ല, ഒന്നുമില്ല. അതുകൊണ്ടുള്ള രജഫ പൊടി കൊണ്ട് മഹാമനിരിവ അനഭിവ്യക്തം ബ്രഹ്മവർച്ചസ. ചെളി കൊണ്ട് മറിഞ്ഞിരിക്കുന്ന ഒരു രത്നം പോലെയാണ്. അനഭിവ്യക്തം സ്പഷ്ടമാക്കാത്ത. രത്നങ്ങളെ ചെളി പിടിച്ചിരുന്നാൽ, പൊടി പിടിച്ചിരുന്നാൽ അത് പ്രകാശമില്ല. ആ പൊടി തൂത്ത് കളഞ്ഞ് തുളച്ച് കളഞ്ഞ് മിനുക്കിയെടുത്താല് രത്നം പ്രകാശിക്കും. രത്നത്തിന് പ്രകാശമില്ല ഉണ്ട്. ഹരിതന് ആത്മപ്രകാശം ഉണ്ട്, പക്ഷെ പുറത്ത് കാണിക്കില്ല. പുറത്ത് കാണിക്കാത്ത എന്തുകൊണ്ടാണ്? കുളിയില്ല, ചെല്ലി പിടിച്ചിരിക്കുന്നു, എണ്ണ തേക്കലില്ല, പല്ല് തേക്കലില്ല, ഒന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ മഹാമണിരിവം മഹാരത്നം പോലെ അനഭിവ്യക്ത ബ്രഹ്മവർച്ചസ, ബ്രഹ്മ തേജസ്, വർച്ചസ് തേജസ്, ബ്രഹ്മ തേജസ് അഭിവ്യക്തമാകാതെ കപടാവൃത കടിഹി, കുപടാവൃത കടി, കുപടം, പടം വസ്ത്രം, കുപടം കീറിപ്പറഞ്ഞതോ മുഷിഞ്ഞതോ ചെളി പിടിച്ചതോ ആയ വസ്ത്രത്തിന്റെ പേരാണ് കുപടം. കുൽസിതമായ പടം കുപടം. കുപടം കൊണ്ട് ആവൃത കടിഹി, അരക്കെട്ട് മറിച്ചിട്ടുണ്ട്. ചെളി പിടിച്ച് മാസങ്ങളായിട്ട് കഴുകാതെയും ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു വസ്ത്രം അരക്കെട്ട് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ എനിക്ക് വെച്ചിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. കുപ്പട ആവൃത കടിഹി ഉപവീതേന ഉരുമഷിണ, ഉപവീതത്തോടുകൂടി ഉരുമഷിണ, ഉരുവായ മഷിക്ക് മാലിന്യം ചെളി ഇതാണ്. ധാരാളം മാലിന്യമുള്ള ചെളിയുള്ള ഉപവീതേന, ഉപവീതം പൂണൂര് കഴുത്തി കിടപ്പുണ്ട്. അത് കറകറാന്ന് കറുത്ത് ചെല്ലി പിടിച്ചിരിക്കുക. അതുകൊണ്ട് എന്താന്ന് പോലും തിരിച്ചറിയില്ല. ഉപ്പണ്ട ആവൃത കടിക്ക് ഉപവീതേന ഉരുമഷിണ, ഉരുമഷിണ ഉപവീതേന, ഉരുമഷിയായ ഉപവീതത്താൽ ശോഭിക്കുന്നതിനും ദ്വിജാതിഹി ഇതി, ബ്രാഹ്മണജാതി ആണ് എന്നും ബ്രഹ്മബന്ധുരീതി. ഇവിടെ ബ്രഹ്മബന്ധുവിന് ബ്രഹ്മത്തിന്റെ ബന്ധുവെന്നില്ല, ബന്ധു അല്ലാത്ത വിപരീതാർത്ഥമല്ല. അപ്പൊ എന്താണ്? ബ്രാഹ്മണ അധമൻ, അതാണ് ബ്രഹ്മബന്ധു ഇതി എന്നുള്ള സംജ്ഞയ പേരുകൊണ്ട് അധജ്ഞ ജനാവമത, അവനെ അറിയാത്തവരായ ജനങ്ങളാൽ അവമാനിക്കപ്പെട്ടുകൊണ്ട്, അധജ്ഞ ജന അവമത പരാണ്. തജ്ഞൻ അതറിയുന്നത്, അവനെ അറിയുന്നവൻ തജ്ഞൻ, അവനെ അറിയാത്തവർ അധജ്ഞന്മാർ. അധജ്ഞന്മാരായ ജനങ്ങളാൽ നിന്ദിക്കപ്പെടും. ഇവനെ അറിയാത്ത ജനങ്ങളൊക്കെ നിന്ദിക്കും. ആ നിന്ദയോടുകൂടി വിചാര സഞ്ചരിച്ചു. ബ്രഹ്മതേജസ് ഉള്ളിലുണ്ട്, പക്ഷെ പുറത്ത് പ്രകാശിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ഭരതനെ കുറിച്ച് ഒരു ചിത്രം വരയ്ക്കാം. തടിച്ചു കൊഴുത്ത ശരീരം, നീളം കുറഞ്ഞ ആള്, ചെളി പിടിച്ച് കറുത്ത ശരീരം,
അരക്കെട്ടിലെങ്ങാണോ അതിനേക്കാൾ പിടിച്ച ഒരു വസ്ത്രം ചുമ്മാ ചുറ്റിയേക്കും. കറകളാന്ന് കറുത്ത ഒരു പൂണുണ്ട്. ഇതാണ് ഭരതനെ കുറിച്ചുള്ള വ്യാസന്റെ ഒരു കാഴ്ചപ്പാട്. ഒരു രാജാവൊക്കെയാണ്, രാജകുമാരനുമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മട്ടിലാണ് ഭരതനെ രംഗത്ത് വ്യാസൻ കൊണ്ടുവരുന്നത്. ശീതോഷ്ണവാദവർഷേഷു ഷൈവ അനാവൃതംഗ പീന സംഹരണംഗ തന്തിരസംവേശന അനുന്മർദ്ദന അമഞ്ജന രജസ മഹാമണിരിവ അനഭിവ്യക്ത ബ്രഹ്മവർച്ചഷ ഉപടാവൃതകടിഃ ഉപവീതേന ഉരുമഷിണ ദ്വിജാതിരിതി ബ്രഹ്മബന്ധിരി സജ്ഞയാ അതജ്ഞജനാവമതോ വിചാരാം. ശീതോഷ്ണവാദവർഷേഷു ക്ഷൈവ അനാവൃതംഗഃ പീന സംഹനനാംഗ തണ്ഡിര സംവേശന അനുന്മർദ്ദന അമജ്ജന രജഫ മഹാമണിരിവ അനഭിവ്യക്ത ബ്രഹ്മവർച്ചഫ ഉപടാവൃതകടിഃ ഉപവീതേന ഉരുമഷിണ ദ്വിജാതിരിതി ബ്രഹ്മബന്ധിരിതി സജ്ഞയാ അതജ്ഞ ജനാപമതോ വിചാരാം. ശീതോഷ്ണവാദവർഷേഷു വൃഷൈവ അനാവൃതംഗ പീന സംഹനനാംഗ തണ്ഡിര സംവേശനാനുന്മർദ്ദനാമഞ്ജനരജഫ മഹാമണിരിവ അനഭിവ്യക്ത ബ്രഹ്മവർച്ചഫ കപടാവൃതകടി ഉപടാവൃതകടി ഉപവീതേനോ ഉന്മഷണാദ്വിജാതിരി ബ്രഹ്മബന്ധിരി പ്രജ്ഞയാ അതജ്ഞ ജനാപമതോ വിചാരാം. സാറേ, ഇപ്പം ബ്രാഹ്മണനായിട്ടല്ലേ ജനിച്ചിരിക്കുന്ന ഭരതൻ, അങ്കിരസിന്റെ? അപ്പൊ പഴയതെല്ലാം മനസ്സിലുണ്ട്, ഋഷഭഗവാന്റെ ഉപദേശം മുഴുവൻ ഉണ്ട്, പോയിട്ടില്ല കയ്യിലല്ലേ? ഇല്ലില്ല, അതൊക്കെ ഉണ്ടല്ലോ. അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല. താൻ ഒരു മന്ദബുദ്ധിയാണെന്ന് എല്ലാവരും എഴുതി വിധിക്കപ്പെട്ടത് കൊണ്ട് അങ്ങനെ അഭിനയിച്ചു പോകുക. ഈ ബ്രഹ്മബന്ധു എന്ന് പറയുമ്പോ ബ്രാഹ്മണ അധിപൻ അങ്ങനെ മനസ്സിലാവണില്ല, ബന്ധു എന്നല്ലേ പറയണേ. ഇപ്പൊ അതില് കണക്ഷൻ അല്ലേ വേണ്ടേ? അധമൻ എങ്ങനെയാവും? അതാ പറഞ്ഞെ, അധമാർത്ഥത്തിൽ ബന്ധു എന്നൊരു വാക്കുണ്ട്. ഓക്കെ, നമുക്കിത് മാത്രമേ അറിയൂ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. പല സന്ദർഭത്തിനും അധമാർത്ഥത്തിൽ ബന്ധു എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. അങ്ങനെ വന്നാണ് ഇവിടെ ബ്രഹ്മബന്ധു എന്ന വാക്ക്. യഥാതു പരതഃ ആഹാരകർമ്മവേദനഃ വേദനത ഈഹമാന സ്വഭ്രാതുഭിരീ കേദാരകർമ്മണി നിരൂപിതസ്തദപി കരോതി കിന്തു ന സമം വിഷമന്യൂനമധികമിതി വേദ. കർമ്മപിണ്യാകഫലീകരണ ഉന്മാക്ഷാലീപുരീഷാദീനി അപി അമൃതവത് അഭ്യവഹരതി. യഥാതു എപ്പോഴാകട്ടെ, പരതഃ അന്യനിൽ നിന്നും, പഞ്ചമിയാണ് പരതഃ, പരതിൽ നിന്നും അന്യനിൽ നിന്നും, കർമ്മവേതനതഃ പ്രവൃത്തിക്കുള്ള കൂലിയിൽ നിന്നും, കർമ്മവേതനതഃ വേതനം കൂലിയായി. ആ തായാൽ വേദനയാകും അർത്ഥം മാറും. തായും ദായും തമ്മിൽ ഉച്ചാരണം മാറിപ്പോയാൽ മാറി. ഒന്ന് വേതനം, മറ്റേത് വേദനം. അപ്പൊ ഇവിടെ കർമ്മ വേതനതഃ, കർമ്മം ചെയ്ത ശമ്പളത്തിൽ നിന്നും ആഹാരം ഈഹമാനഃ, ആഹാരത്തെ, ഭക്ഷണത്തെ ആഗ്രഹിക്കുന്നവനായിട്ട്, കിട്ടുന്ന കോഴി കൊണ്ട് ഭക്ഷണം കഴിയണം, അത്ര മാത്രമേ, ഇത്ര മാത്രമേ ആഗ്രഹമുള്ളൂ. ഒരു പൈസ ബാക്കി വെക്കണമെന്നോ അതുകൊണ്ട് മറ്റൊന്നും കാണണോ ഒന്നുമില്ല. കിട്ടുന്ന കാശുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ജീവിക്കുക, അത്ര മാത്രം. കർമ്മവേദനത ഈഹമാന. അങ്ങനെ കഴിഞ്ഞുകൂടവേ സ്വഭ്രാതുഭിഹി അഭി, സ്വന്തം സഹോദരന്മാരാലും
കേദാരകർമ്മണി, കേദാരം കൃഷിസ്ഥലം, കേദാര കർമ്മണി കൃഷിസ്ഥലത്തെ പ്രവൃത്തികളിൽ, കർമ്മത്തിൽ, കേദാരകർമ്മണി കൃഷികർമ്മങ്ങളിൽ, കാർഷിക വൃത്തികളിൽ, നിരൂപിത നിശ്ചയിക്കും. മറ്റൊന്നിനും പറ്റിയല്ല, പഠിക്കാൻ പറ്റിയല്ല. പിന്നെ എന്ത് ചെയ്യണം? കൃഷി എഴുതിയിട്ടുണ്ട്. അവർക്ക് പാടം, നീണ്ട പാടമുണ്ട്. അവിടെ കൃഷി ചെയ്യാൻ ആരെ നിയോഗിക്കും? ഭരതൻ നിയോഗിക്കും. പണിയെടുത്തോളൂ, എന്ത് പണി പണിയെടുത്തോളൂ, ഇന്ന പണിയൊന്നുമില്ല. കേദാരകർമ്മണി നിരൂപിത കരോതി, അത് ചെയ്തു. എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. കിന്തു എന്നാൽ ഫമം വിഷം അന്യൂനം അധികമിതി വേദ. എന്നാൽ ഫമം വിഷം അന്യൂനം, ഫമമെന്നും വിഷമമെന്നും ന്യൂനമെന്നും അധികം എന്നുള്ള ഒന്നും വേദ അറിയുന്നില്ല. ഫമം വിഷമം, വിഷമ ന്യൂന അധികം. ഫമം ഒരുപോലെ ഇരിക്കുക, വിഷമം സമം അല്ലാതിരിക്കുക, ന്യൂനം കുറഞ്ഞിരിക്കുക, അധികം കൂടിയിരിക്കുക. ഇതൊന്നും വേദ അറിയുന്നില്ല. കൃഷിസ്ഥലത്ത് പണിയെടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ആഹാരം തരാം എന്ന് പറഞ്ഞാൽ ഓഹോ വന്നേക്കാം, അതിന് പോയി പണിയെടുത്തോളൂ. അതിൽ നിമഗ്നനായിട്ട് കൃഷി ചെയ്യും. പക്ഷെ ആത്മാവിൽ നിമഗ്നനാകുന്നതുകൊണ്ട് ഈ കൃഷിസ്ഥലം താണതാണെന്നോ അത് ഉയർന്നതാണെന്നോ അവിടെ വളമിടാമെന്നോ വളമിടരുതെന്നോ എന്നുള്ള സംഗതികളൊന്നും അറിഞ്ഞില്ല. ചിലപ്പോ ഇടുന്നത് തുറന്നു കുന്നിന്റെ പുറത്ത് വയ്ക്കുന്നത്, ചിലപ്പോ കുഴി കൊണ്ടുപോയി കുഴിയിൽ വെക്കുന്നത് കുന്നിന്റെ പുറത്ത് വയ്ക്കും. കാരണം ഈ പ്രവൃത്തിയല്ല ശ്രദ്ധയും വിചാരവും മുഴുവൻ ബ്രഹ്മത്തിലാണ്. അതുകൊണ്ടാണ് ഫമം വിഷമ ന്യൂന അധികം ഇതി എന്ന വേദ. ഇതൊന്നും അറിഞ്ഞില്ല. എന്താ കണം? കണം എന്ന് വെച്ചാൽ ഈ കണ്ണരി എന്നൊക്കെ പറയായിരുന്നു പണ്ട്. വേണ പൊടിയേരി എന്നൊക്കെ പറഞ്ഞാൽ നിക്കാം. പൊടിയേരിയല്ല, അരിക്കകത്ത് കറുത്ത കണ്ണുകളുള്ള അരി ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ അരി കിട്ടത്തില്ല, കാണാൻ പറ്റില്ല. പണ്ട് എന്താണ് കല്ല്, അതേപോലെ എന്താണ് ഈ ഭൂമിയുടെ അംശങ്ങള്, അല്ലെങ്കിൽ തവിടിന്റെ ആധിക്യം, അല്ലെങ്കിൽ ഈ കണ്ണുള്ള ഈ കറുത്ത മങ്കരി, അതെ, അങ്ങനത്തെ ഇതെല്ലാം ഉള്ള അരിയെ കിട്ടുള്ളൂ. അത് വാങ്ങിച്ചുകൊണ്ടെന്ന് പാറ്റി കൊഴിച്ചതൊക്കെ എടുത്ത് പറഞ്ഞാൽ ഇപ്പൊ ഒന്നും വേണ്ടാത്തതുകൊണ്ട് ആർക്കും സാധനം അറിയില്ല. അപ്പൊ അതിന്റെ പേരാണ് കണം. പിണ്യാകം വെച്ചാൽ പിണ്ണാക്കാണ്. പിണ്ണാക്കിന്റെ സംസ്കൃതം പിണ്യാകം എന്നാണ്. പിണ്യാകത്തിനായിരിക്കും പിണ്ണാക്കം വന്നത്, വ്യത്യാസമൊന്നുമില്ല. പിണ്യാകം. ഫലീകരണം എന്ന് വെച്ചാൽ ഉമിയാണ്. ഇതിന്റെ അകത്തുള്ള ഫലത്തെ പുറത്തു കൊണ്ടുവരാനുള്ള സാധനമാണ് ഭൂമി. അതുകൊണ്ട് തന്നെ ഫലീകരണം എന്ന സംസ്കൃത വാക്കുണ്ട്. സമീകരണം അല്ല, ഫലീകരണം. കൽമാഷം. കൽമാഷം വെച്ചാൽ പുഴുക്കുത്തുള്ള അരി. അതും ഇന്ന് കിട്ടത്തില്ല, പണ്ടതറിയാം. അരിക്കകത്ത് പുഴു കാണും, പുഴുക്കുത്തുള്ള അരി ഉണ്ടാവും. പുഴു കുത്തി അത് ഇടയ്ക്ക് ഒരു അംശം പോയി 2 കഷ്ണമായി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെള്ളമൊക്കെ അരി കിട്ടുവാൻ. പുഴുക്കുത്തുള്ള അരിയുണ്ട്, ഉഴുന്നുണ്ട്, പയറുണ്ട്, ധാന്യങ്ങൾക്കെല്ലാം ഇത് വരുവാൻ പുഴുക്ക്. അതുകൊണ്ട് എന്താണ് അവിടെ പുൽമാഷം, ഉത്സിതമായ മാഷം, ഉഴുന്ന്. ഹാലി പുരീഷാലീനി.
ഥാലി പുരുഷാദികൾ പാത്രത്തിനടിയിൽ പറ്റിയിരിക്കുന്ന ചോറ്, ഥാലി പുരീഷം. ചോറ് വേവിച്ച് കഴിയുമ്പോ അതിന്റെ അടിയിൽ കുറച്ച് തറച്ച് കട്ടി പിടിച്ചിരിക്കും. അത് വാസ്തവ കഴിക്കാൻ കൊള്ളില്ല എന്നാണ്. അതുകൊണ്ടാണ് പുരീഷം എന്ന പേര് കൊടുത്തത്. ഥാലി പുരീഷം വെച്ചാൽ പാത്രത്തിലിരിക്കുന്ന ഈ പുരീഷം എന്നാണ്. ഥാലി പുരുഷ എന്താ അവിടെ പുരീഷാദീനി അഭി അമൃതവത് അഭ്യവഹരതി. ഇതെല്ലാം അമൃത് പോലെ കഴിക്കും. എന്താ, കണ്ണരി വേവിച്ചു കൊടുത്താൽ അത് കഴിക്കും, പിണ്ണാക്ക് കൊടുത്താൽ അത് കഴിക്കും, ഉമി കൊടുത്താൽ അത് കഴിക്കും, ചീഞ്ഞ പുഴുകുത്തിയ ഉഴുന്നു കൊടുത്താൽ അത് കഴിക്കും, പാത്രത്തിനടിയിൽ പറ്റിയിരിക്കുന്ന ചോറോ ധാന്യങ്ങളോ എന്തെങ്കിലും കൊടുത്താൽ അത് കഴിക്കും. ഇതൊക്കെ അമൃതവത് അഭ്യവഹരതി, അമൃത് പോലെ കഴിക്കും. എന്ത് കൊടുത്താലും അവയുടെ ഗുണദോഷങ്ങൾ നോക്കില്ല. നമ്മൾ ഗുണദോഷങ്ങൾ നോക്കുന്ന അത്രേ പക്ഷി. കാരണം ഇദ്ദേഹത്തിന്റെ ശരീരത്തിലോ ദാഹത്തിലോ വിശപ്പിലോ അല്ല ചിന്ത, ബ്രഹ്മത്തിൽ മാത്രമാണ്. ഇതൊക്കെ ഒരു വഴിക്കൂടെ വന്നു പോക്കോളും. കഴിച്ചതും കഴിച്ചു, കഴിച്ചതും കഴിച്ചില്ല, ഏത് കഴിച്ചാലും എന്നെ ഇതൊന്നും പറഞ്ഞു. ഏതാതോ പരതാഹ ആഹാരം കർമ്മവേതനതാഹ ഈഹമാന സ്വഭ്രാതൃഭിരവി കേദാരകർമ്മണി നിരൂപിത കരോതി ഹിന്ദു സമം വിഷമ ന്യൂന അധികമിതി വേദ ക്രമപണ്യാക ഫലീകരണ ഉന്മാഷാലി പുരുഷാദീനിയപി അമൃതവത് അഭ്യവഹരതി. യഥാതോ പരതഃ ആഹാരം കർമ്മവേദനതഃ ഈഹമാനാം സ്വഭ്രാതൃഭിരപി ഏതാരകർമ്മണി നിരൂപിതഃ തദപി കരോതി ഹിന്ദു ന സമം വിഷം അന്യൂനം അധികം ഇതി വേദ കണ പിണ്യാക ഫലീകരണ ഉന്മാഷാലി പുരീഷാദീനി അപി അമൃതവത് അഭ്യവഹരതി. യഥാതോ പരത ആഹാരം കർമ്മവേദനത ഈഹമാന സ്വഭ്രാതൃഭിരപി കേദാരകർമ്മണി നിരൂപിതസ്തദപി കരോതി ഹിന്ദു ന സമം വിഷമ ന്യൂനമധികമിതി വേദ കരവിന്യാക ഫലീകരണ ഉന്മാഷാലി പുരീഷാദീനി അപി അമൃതവത് അഭ്യവഹരതി. യഥാതോ പരത ആഹാരം കർമ്മവേദനത ഈഹമാന സ്വഭ്രാതൃഭിരപി കേദാരകർമ്മണി നിരൂപിതസ്തദപി കരോതി ഹിന്ദു സമം വിഷമ ന്യൂനമധികമിതി വേദ കർമ്മവിന്യാക ഫലീകരണ ഉന്മാഷാലി പുരീഷാദീനി അപി അമൃതവത് അഭ്യവഹരതി. അഥ കഥാചിത് കശ്ചിത് വൃഷളപതി ഭദ്രകാളീയ പുരുഷവശു ആലഭത അപത്യക. അഥ കഥാചിത് ഒരിക്കൽ കശ്ചിത് വൃഷളപതി ഒരു ശൂദ്ര നായകൻ, വൃഷളൻ ശൂദ്രൻ, പതി നായകൻ, ഒരിക്കലും ഒരു ശൂദ്ര പ്രമാണിക്ക് ഭദ്രകാളിക്കായിക്കൊണ്ട് പുരുഷവശം, സാധാരണ മൃഗങ്ങളെയാണ്, ഇതല്ല മനുഷ്യമൃഗം, ആലഭത ഹിംസിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്, അപത്യകാമ സന്താനം ഉണ്ടാകാം. ജ്യോത്സ്യന്മാരാരോ പറഞ്ഞു സന്താനം ഉണ്ടാകാത്തത് ഭദ്രകാളിയുടെ കോപം കൊണ്ടാണ്. ഭദ്രകാളിക്ക് എന്താണ്, ഒരു നരനെ ബലി കൊടുത്താൽ സന്താനം ഉണ്ടാകും. ഇത് കേട്ട ഒരു ശൂദ്രന്റെ അധിപതിയായ ഒരുവൻ ഭദ്രകാളിക്ക് ബലി കൊടുക്കാൻ പുരുഷനെ വേണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെട്ടു. അഥ കഥാചിത് വൃഷളപതി ഭദ്രകാളി പുരുഷവശം ആലഭത അപത്യകാമ. അഥ കഥാചിത് വൃഷളപതി ഭദ്രകാളി പുരുഷവശം ആലഭത അപത്യകാമാം. തസ്യ ദൈവമുക്തസ്യ പശു പദവിജരാഃ
പരിധാവന്തോ നിശീഥമയെ സംഭാവതയാ യാമാൻ അധികതപശവ ആകസ്മികേന വിധിന കേദാരാം വീരാസനേന മൃഗവരാഹാദിഭ്യ സംരക്ഷമാണം അങ്കിരപ്രവർത്തിതം അപശ്യൻ. ദർശഃ അവനാകട്ടെ ദൈവമുക്തസ്യ വിധിയുടെ കാരുണ്യം കൊണ്ട് മോചിപ്പിക്കപ്പെട്ട ദൈവമുക്തസ്യ ദൈവം വിധി അതുകൊണ്ട് മോചിച്ച തസ്യ അവന് പശുഹ പദവി ആ പശുവിന്റെ മാർഗത്തെ വഴിയെ തത് അനുചരാഹ ആ ശൂദ്രപ്രമാണിയുടെ അനുചരന്മാർ പരിധാവന്തം ഓടിക്കണം. ഭദ്രകാളിക്ക് ബലി കൊടുക്കാനായിട്ട് ഓടി നടന്ന് ഒരു പുരുഷനെ പിടിച്ചു കിട്ടി. കൊണ്ടുപോകുന്ന വഴിക്ക് അവൻ മരണഭീതി കൊണ്ട് ഓടാൻ ശ്രമിച്ചു. വിധിവൈപരീത്യം കൊണ്ട് അവൻ ഓടി ഒളിച്ച് രക്ഷപ്പെട്ടു. വിധി കൊണ്ട് മാത്രമാണ്. ദൈവമുക്തസ്യ വിധി കൊണ്ട് ഈ ശൂദ്രന്മാരുടെ കയ്യിൽ നിന്നും അയാൾ മോചിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അയാള് പശുവിന്റെ മാർഗത്തെ കുറിച്ച് ആ മനുഷ്യ പശു എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത ഭക്തന്മാർ ഓടി നടന്നു. രാത്രി നിശീഥമയ അർദ്ധരാത്രി രാത്രിയിൽ അർദ്ധരാത്രി സമയത്ത് തമസാവൃതയാമ യാമ അനധിക തപശവ ഇരുട്ടുകൊണ്ട് ആവൃതമായിരിക്കുന്ന യാമത്ത് അനധിക തപശവ ഒരു മനുഷ്യമൃഗത്തെ കണ്ടെത്താനാവാഞ്ഞിട്ട് അനധികത പശവ ആകസ്മികേന വിധിന യാദൃച്ഛികമായ വിധി കൊണ്ട് കേദാരാൻ ഓടി നടന്നു വന്ന വഴിക്ക് ഈ കൃഷിസ്ഥലത്തുള്ള പോയി. അവിടെ വീരാസനേന അവിടെ വീരമായ ഭയാനകം അല്ലാത്ത ധൈര്യശാലിയായ ഒരു പീഠത്തിൽ കസേരയിൽ ഇരിക്കുന്ന ഒരാളിനെ കണ്ടു. അയാളുടെ പണി എന്താണ്? മൃഗ വരാഹാദിഭ്യ സംരക്ഷമാണ്. കൃഷിക്ക് ശല്യം ചെയ്യുന്ന മാന്, അതുപോലെ പന്നി, അങ്ങനെയുള്ള കോഴി, കാക്ക, ഇങ്ങനെയുള്ള പല പല മൃഗങ്ങളിൽ നിന്നും കൃഷിയെ രക്ഷിക്കാൻ വേണ്ടി അയാളെ അവിടെ ഏൽപ്പിച്ചിരിക്കാം. കൂലിയൊന്നും വേണമെന്നില്ല, ലാഭം എല്ലാവരും ഭക്ഷണവും വേണമെന്നില്ല, സൗകര്യമായി ഒരു പീഠം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള വീരമായ ആ ആസനത്തിൽ അയാൾ ഇരിക്കുന്ന കണ്ടു. വീരാസനേന നമുക്ക് വരാഹാദിഭ്യ സംരക്ഷമാണ് അങ്കിരപ്രവരസുതം. അങ്കിരസെന്ന് ശിവയുടെ പ്രവരനായ പുത്രനെ അപശ്യക്കൾ. രാത്രിയിൽ ഇരുട്ടെങ്ങ് നിറഞ്ഞ സമയത്ത് പാതിരാത്രിയിൽ തങ്ങളുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ആ മനുഷ്യനെ കണ്ടുപിടിക്കാൻ കഴിയാതെ അവര് നടന്നു വന്ന വഴിക്കാണ് ഈ കൃഷിസ്ഥലത്തോടെ പോയി. അപ്പൊ അവിടെ ഒരു പുരുഷൻ ഒറ്റയ്ക്ക് കണ്ട ഒരു ഭ്രാന്തനെ പോലുണ്ട്. വേഷം അങ്ങനെയാണ്, ഉടുപ്പ് അങ്ങനെയാണ്, നിപ്പ് അങ്ങനെയാണ്. ഒരു സംസ്കാരമുള്ള ഒരാളല്ല, ഒരു ഭ്രാന്തനോ ഉന്മത്തനോ ഒക്കെയാണ്. ഇന്ന് നന്നായി, ഇയാളെ കിട്ടിയ ഒരു കുഴപ്പമില്ല, അല്ലാത്തവരെ ആരെയും കിട്ടുക ഉറപ്പായി. ഇങ്ങനെയുള്ള ഒരാളെ ഒരു മനുഷ്യനായാൽ മതി, അത്രേ വീട്ടു രണ്ട് കാലുള്ള മനുഷ്യനായിരിക്കണം. അതുകൊണ്ട് അവർ നിശ്ചയിച്ചു ഇയാളെ എങ്ങനെ കൊണ്ടുപോയാൽ ഇന്നത്തെ രക്ഷപ്പെടാം, അല്ലെ ശൂദ്രപ്രമാണം മുമ്പിൽ ചെന്ന് എന്ത് പറയാൻ പറ്റും. അതുകൊണ്ട് ആണ് ആ സമയത്ത് മറ്റു മൃഗങ്ങളിൽ നിന്നൊന്നും കൃഷിക്ക് തടസ്സമില്ലാത്തവർക്ക് രക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു.
അങ്കിരഫിന്റെ വർഷത്തിൽ പിറന്ന ശ്രേഷ്ഠമായ ബ്രാഹ്മണപത്രമാണ് ഇയാൾ. ഇത് അവർക്ക് മനസ്സിലായില്ല, അയലയ അവർക്ക്. തസ്യഃ ദൈവമുക്തസ്യ പശോ പദവിന്ദരാഹം പരിധാവന്തോ നിശീതസമേതം അനധിഗമവശമാം ആകസ്മികേന വിധിന കേദാരൻവിരാസനേന വരാഹാദിഭ്യ സംരക്ഷമാണം അങ്കിരപ്രദർശിതം അപശ്യൻ തസ്യ ദൈവമുക്തസ്യ അശോപദവിന്ദനുജരാഹ പരിധാവന്തോ നിശീതകമേ ആവതായാം അനധിഗതവശവാം ആകസ്മികേന വിധിന കേദാരാൻ വീരാസനേന മൃഗവരാഹാദിഭ്യ സംരക്ഷമാണം അങ്കിരപ്രദർശിതം അപശ്യൻ തസ്യ ഹൈ ഹ ദൈവമുക്തസ്യ പശുപദവിന്ദനുജരാഹ പരിധാവന്തോ നിശീതകമേ തമസാവൃതായാം അനധിഗതപശവാം ആകസ്മികേന വിധിന കേദാരാൻ വീരാസനേന ഭഗവരാഹാദിത്യ സംരക്ഷമാണം അങ്കിരപ്രദർശിതം അപശ്യൻ. അങ്ങനെ അയാള് ആ നമ്മുടെ ഭരതനെ കണ്ടുമുട്ടി. ബാക്കി കഥ കണ്ടുവരുന്ന കാണുന്ന സമയം അതിക്രമിച്ചുകൊണ്ട് തിരിക്കാം. ക്ഷമയിൽ തിരിക്കാം. അപ്പൊ വാസന്റെ അധ്യായം തീർക്കാതി ഗദ്യമായിട്ടാണ് ഇത്തിരി പദച്ഛേദം ചെയ്ത് പതുക്കെ പദം കൊണ്ടാണ്. വീടിപ്പോയി അത് കിട്ടാതാവും, വായിക്കാൻ പറ്റാതാവും. ഞങ്ങളിലേക്ക് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്തേ.